Hey everybody, welcome to JD's Garage. ഇന്ന് we are back with the news. ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു ക്യാച്ചപ്പ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ സംസാരിച്ച പല ടോപ്പിക്കുകളും ദോസ് തിങ്സ് ഹാവ് ഹാപ്പൻഡ്. സോ വൺ ഓഫ് ദാറ്റ് ഇസ് ഥാർ റോക്സിൻ്റെ 4-wheel ഡ്രൈവ് വേർഷൻസ് ലോഞ്ച് ആയിട്ടുണ്ട്. സോ അബൌട്ട് 18.5 മുതൽ 22.5 വരെ കണ്ടാണ് നെക്സ്റ്റ് ഷോറൂം വരുന്നത്. എന്ന് പറയുമ്പോൾ ഇൻ റിയാലിറ്റി ഓൺ റോഡ് വരുമ്പോൾ ഒരു 24.5 മുതൽ 28-29 ലക്ഷം രൂപ വരെയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസിങ് നമുക്ക് വരുന്നത്. 3 വേർഷൻസാണ്. സോ യു ഹാവ് വൺ ഇൻ ദി MX സീരീസ്, MX5 ഉണ്ട്, പിന്നെ AX5L ഉണ്ട്, AX7L ഉണ്ട്, ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എക്വിപ്മെൻറ്റ്. അപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റിംഗ്ലി MX5-കകത്ത് ഓട്ടോമാറ്റിക് ഇല്ല, AX5-കകത്ത് മാനുവൽ ഇല്ല. സോ ഇഫ് യു വോണ്ട് ആൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമ്മൾ അറ്റ്ലീസ്റ്റ് AX5 എങ്കിലും എടുക്കണം. സോ അങ്ങനെ നോക്കുമ്പോൾ അബൌട്ട് 26-27 ലക്ഷം രൂപ ഓൺ റോഡ് വരും നമുക്കൊരു ഓട്ടോമാറ്റിക് ഥാർ റോക്സ് ഡീസൽ ഓൾ വീൽ ഡ്രൈവ് റോട്ടിൽ ഇറങ്ങുമ്പോൾ. ദീസ് പ്രൈസസ് ബേസിക്കലി കൺഫേം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു 4x4 ഓട്ടോമാറ്റിക് മേടിക്കേണ്ട ഒരാൾക്ക് ജിംനിയും ഥാർ റോക്സും തമ്മിൽ പ്രത്യേകിച്ച് ഒരു കമ്പാരിസൺ ഒന്നുമില്ല. സോ ഇറ്റ്സ് പ്രൈസ്ഡ് ആസ് എക്സ്പെക്റ്റഡ്. അങ്ങനെ ഷോക്കിംഗ് പ്രൈസ് ഒന്നും അല്ല, പക്ഷേ എങ്കിലും ആൾക്കാർ പ്രതീക്ഷിച്ച പ്രൈസ് തന്നെയാണ്. AX7L എക്സ്ട്രീംലി വെൽ കിറ്റഡ് ഔട്ട് കാർ. അതിനകത്ത് നമ്മുടെ ഇൻ്റലിറ്റേണും അതേപോലെ ക്രോൾ അസിസ്റ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ആസ് എ 4x4 വെഹിക്കിൾ അത് ഒരു നല്ലൊരു ബൈ തന്നെയാണ് ആ ഒരു പ്രൈസിൽ ഇഫ് സമ്മൺ ഇസ് ലുക്കിംഗ് ഫോർ എ 4x4 ഓട്ടോമാറ്റിക് SUV. പക്ഷേ എനിക്ക് സ്റ്റിൽ ഇപ്പോഴും അതിൻ്റെ ആ ലുക്സ് അങ്ങോട്ട് മൊത്തത്തിൽ ഡൈജസ്റ്റ് ആയിട്ടില്ല. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ എനിക്കിപ്പോഴും പഴയ അർമഡ ഗ്രാൻഡൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു റിയർ എൻഡും മേ ബി ആസ് ടൈം ഗോസ് ബൈ അത് ആൾക്കാർ കണ്ട് ശീലിക്കും. ബട്ട് ആ ഒരു സെഗ്മെൻറ്റിൽ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഓപ്ഷൻ ഇല്ല. ഇഫ് യു വോണ്ട് അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് SUV വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദ ഓൺലി ഓപ്ഷൻ യു ഹാവ്. ആൻഡ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെള്ള സീറ്റുകൾ ഇപ്പോൾ ഷോറൂമിലുള്ള വണ്ടി കണ്ടാൽ തന്നെ അറിയാം. വെള്ള സീറ്റ് ഇപ്പോൾ അതൊക്കെ ബേജ് സീറ്റ്സായി. ഇനി അടുത്ത് തന്നെ അത് ബ്രൗൺ, സാഡിൽ ബ്രൗൺ, ബ്ലാക്ക് ഇങ്ങനത്തെ കളേഴ്സിലോട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് ഹോപ്പ്ഫുള്ളി സംതിങ് ദാറ്റ് മഹീന്ദ്ര വിൽ ഫിക്സ്. അടുത്ത കാലത്ത് തന്നെ ചിലപ്പോൾ അതിനൊരു ഫിക്സും കാര്യങ്ങളും വന്നേക്കാം, അറിയില്ല. എന്തായാലും അതാണ് അപ്പോൾ ഥാർ റോക്സിൻ്റെ വിശേഷം. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേറൊരു വണ്ടി ഇസ് ദി MG വിൻസർ EV. സോ വിൻസർ EV വന്നു ആൻഡ് ഇറ്റ്സ് ബീൻ ഇൻ ദ ന്യൂസ് എവ്രിവെയർ. പക്ഷേ അത് ന്യൂസിലായത് നോട്ട് ഫോർ ദ റൈറ്റ് റീസൺസ്. അവരുടെ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിനെ പറ്റിയിട്ടാണ്. നമുക്ക് അതിലോട്ട് വരാം. എന്തായാലും ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഫ്രം 13.5 lakhs to 15.5 lakhs 3 വേർഷൻസിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 38 കിലോവാട്ട് ബാറ്ററി ആയിട്ടാണ് അത് വരുന്നത്. അത് മാത്രമേ എനിക്ക് ആ വണ്ടിയുടെ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളൂ. അവർ 50 കിലോവാട്ട് ബാറ്ററി കൊടുത്തിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ആൻ അൺബീറ്റബിൾ പാക്കേജ്. കാര്യം ആ ഒരു റേഞ്ച് ഒരു 450 കിലോമീറ്റർ റേഞ്ചും കിട്ടി, ആ ഒരു കംഫർട്ടും സ്പേസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടൊരു വണ്ടി കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ റിയലി സംതിങ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി MG 38 കിലോവാട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ MG വിൻസർ ന്യൂസിൽ വന്നിരിക്കുന്നത് ആ വണ്ടിയുടെ കേപ്പബിലിറ്റീസോ അതിൻ്റെ എക്വിപ്മെൻറ്റോ ഇതൊന്നും കൊണ്ടല്ല. MGയുടെ BaaS എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്, ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആദ്യം MG വിൻസർ ഇറക്കിയത്. സോ 9.99 എന്നുള്ളൊരു സ്റ്റണ്ണർ പ്രൈസിൽ ആൾക്കാർ ഇറങ്ങി. എല്ലാവരും ഞെട്ടി സത്യം പറഞ്ഞാൽ ദാറ്റ് വാവ്, ഈ ഒരു പ്രൈസിന് വണ്ടി ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ വാട്ട് ഫോളോഡ് സൂൺ ആഫ്റ്റർ വാസ് ജസ്റ്റ് ആബ്സല്യൂട്ട് കൺഫ്യൂഷൻ ആൻഡ് മേഹം. കാര്യം ആർക്കും വലിയ പിടിയൊന്നുമില്ല ഇതെന്ത് സംഭവിക്കുന്നത്, എന്താണ് ഈ ബാറ്ററി ആസ് എ സർവീസ്. സോ ബേസിക്കലി ഇതൊരു ലീസ് പ്രോഗ്രാം പോലെയാണ്. നമ്മൾ ബാറ്ററി നമ്മൾ ഓൺ ചെയ്യുന്നില്ല, കാറ് നമ്മൾ മേടിക്കുന്നു, ബാറ്ററി ഒരു ലീസിങ് കമ്പനിയുടെയാണ്, അവരുടെ നമ്മൾ ലീസിന് എടുക്കുന്നു, ആ ഒരു പരിപാടിയാണ്. പക്ഷെ എന്നാൽ MG അത് മനസ്സിലാക്കാഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്ത്യയിൽ ജനറലി വർക്ക് ചെയ്യാറില്ല. സോ ആദ്യം MG വിൻസർ വന്നപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. 9.99 എന്ന് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ എല്ലാവരും ഇതെന്താ പരിപാടി, എല്ലാവരും ഇത് പറയുന്നു 9.99 ഹെഡ്ലൈൻസ് വന്നു എന്നല്ലാണ്ട് ഇറ്റ് റിയലി ഡിഡ്ന്റ് അക്കൗണ്ട് ടു മച്ച്. സോ അതിനകത്തൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പരിപാടി ദാറ്റ് ഈസ് ബാറ്ററി ലീസിങ് അല്ലെങ്കിൽ വണ്ടിയുടെ ലീസിങ് പരിപാടി ഇന്ത്യയിൽ ഇവരല്ല ആദ്യമായിട്ട് നോക്കണത്. ആൻഡ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വണ്ടിയുടെ ഏറ്റവും വലിയൊരു എല്ലാവർക്കും പേടിയുള്ള പോയിൻ്റ്, അയ്യോ ബാറ്ററി
എന്താവും, ബാറ്ററി റീപ്ലേസ്മെൻറ്റ് എക്സ്പെൻസീവ് ആവും, അത് ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു തോട്ട് വരുന്നത്. ഇതൊരു ഇന്ത്യ ഓൺലി ഫിനോമിനൻ അല്ല. കാര്യം നമ്മൾ ഫോറിൻ കൺട്രീസ് നോക്കിയാലും ഇലക്ട്രിക് വെഹിക്കിൾസ് പലപ്പോഴും ആൾക്കാർ എടുക്കുന്നത് ഇതേപോലെ ലീസും ഇങ്ങനത്തെ ഓരോ സബ്സ്ക്രിപ്ഷൻ മോഡൽസ് വേർ ഇത്രയും കൊല്ലം കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ദേ വിൽ റിട്ടേൺ ദ കാർ ആൻഡ് ദേ വിൽ ഗെറ്റ് ന്യൂ കാർ ഓർ മണി ബാക്ക്. അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് കൂടുതലും ആൾക്കാർ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ദാറ്റ് ഹാസ് നെവർ വർക്ക്ഡ്. വൺ ഓഫ് ദ റീസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഭയങ്കര കസ്റ്റമർ ബെനിഫിറ്റ് ഉള്ള പ്ലാനുകളൊന്നും വന്നിട്ടില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരല്ല ഇത് ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത്. ആദ്യം ഈ EV ബാറ്ററി ലീസിങ് പരിപാടി കൊണ്ടുവന്നത് 10-15 കൊല്ലം മുമ്പേ റേവയാണ്, വിത്ത് മാർക്ക് 1 റേവ. ആ വന്ന സമയത്ത് ഇതേപോലെ ഒരു ബാറ്ററി ലീസിങ് ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. യു ജസ്റ്റ് ബൈ ദ കാർ ആൻഡ് ദ ബാറ്ററി ഈസ് ഓൺ ബൈ മൈനി ആൻഡ് നമ്മൾ അങ്ങനെ അവരുടെ നിന്ന് ലീസ് എടുക്കുന്നൊരു പരിപാടി ഏറ്റില്ല. പിന്നെ ഇത് ശ്രമിച്ചത് ഏത്തറാണ്. ഏത്തർ സ്കൂട്ടർ ഇറക്കിയ സമയത്ത് ഒരു ലീസിങ് പരിപാടി കൊണ്ടുവന്നായിരുന്നു. ഞാൻ ഏത്തർ മേടിക്കുന്ന സമയത്തും ഇതേപോലെ ലീസിങ് ആയിരുന്നു ഒരു പോപ്പുലർ ഓപ്ഷനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഞാനത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പറയാൻ ഓക്കെ ശരിയാണ്, 3 കൊല്ലം കഴിഞ്ഞ് നമുക്ക് വണ്ടി അവർക്ക് തിരിച്ചു കൊടുക്കാം, എഷോർഡ് റീസെയിൽ കിട്ടും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചെങ്കിലും ലൈക്ക് എൻ്റെ മനസ്സിൽ അപ്പോൾ ഒരു തോട്ട് വന്നത് 3 വർഷത്തിൽ എനിക്കിത് കൊടുക്കണ്ടെങ്കിലോ എന്നുള്ള ഒരു ചിന്ത വന്നു. അല്ലെങ്കിൽ ഐ എം നെവർ ഓണിങ് ദ വെഹിക്കിൾ ഫുള്ളി. ഏത്തറിൻ്റെ ആണ് വണ്ടി, ഞാനത് ഉപയോഗിക്കുന്നു, എനിക്കതൊരു പേഴ്സണലി ആസ് എ കസ്റ്റമർ എനിക്കും അതിനകത്തൊരു കംഫർട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ കാശ് കൊടുക്കുകയാണെങ്കിൽ അത് എൻ്റെ ആയിരിക്കണം. ആൻഡ് ഈ ഒരു മൈൻഡ് സെറ്റ് ഒരു ഇന്ത്യൻ കൺസ്യൂമറിന് എല്ലാ സെഗ്മെൻറ്റിലും ഉണ്ട്, എസ്പെഷ്യലി കാർ. കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തെ കൺട്രീസിലൊക്കെ കാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഫങ്ഷണൽ കാര്യമാണ്. എന്നാൽ ഇന്ത്യയിൽ കാറെന്ന് പറഞ്ഞാൽ ഒരു ആസ്പിറേഷണൽ പ്രൊഡക്റ്റാണ്. ആൾക്കാർ പലപ്പോഴും ജീവിതകാലം മുഴുവൻ സേവ് അപ്പ് ചെയ്തിട്ടാണ് അവരുടെ ഒരു ഡ്രീം കാർ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഐ ഡോണ്ട് നോ എത്രത്തോളം കാറ് നിങ്ങളുടെയാണ്, പക്ഷേ അതിൻ്റെ അകത്തുള്ള സാധനം നിങ്ങളുടെ അല്ല, പകുതി കാറേ നിങ്ങളുടെ ഉള്ളൂ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര ഒരു നെഗറ്റീവ് ഇമോഷനാണ് ജനറലി ഇതിനുണ്ടാവുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ലീസിങ് ഹാസ് നെവർ വർക്ക്ഡ്. MG ആണെങ്കിലും ഈ ലീസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം വണ്ടി ഇറക്കി ലീസിങ്ങിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു ലീസില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു 3 ലക്ഷം രൂപ കൂടുതലിന് 3-3.5 ലക്ഷം രൂപ വ്യത്യാസത്തിന് അവർ ദേ ഹവ് സ്റ്റാർട്ടഡ് ദി ഓപ്ഷൻ ടു ബൈ ദ കാർ ഔട്ട് റൈറ്റ്. സോ ഈ ലീസിൻ്റെ തന്നെ അവരുടെ കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടായി. മാസം പെർ കിലോമീറ്റർ പ്രൈസ് വെച്ചു. പെർ കിലോമീറ്റർ പ്രൈസ് വെച്ച് കഴിഞ്ഞിട്ട് മാസം 1500 കിലോമീറ്റർ എന്തായാലും ഓടിക്കണം. ഇങ്ങനത്തെ കുറേ പരിപാടികൾ വിച്ച് വാസ് വെരി കൺഫ്യൂസിങ് ഫോർ ദ ജനറൽ പബ്ലിക്. സോ നൗ ദേ ആർ ബാക്ക് വിത്ത് റെഗുലർ പ്രൈസിങ്. അങ്ങനെ നമുക്ക് ഇന്ത്യൻ വെഹിക്കിൾ ഓണർഷിപ്പ് പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ബ്രാൻഡിനെ പറ്റി പറയണം അബൌട്ട് വെഹിക്കിൾ ഓണർഷിപ്പ്. ദാറ്റ് ഈസ് ഓല സ്കൂട്ടറിൻ്റെ സെയിൽസ്. ഇറ്റ്സ് ഓൾവേസ് ബീൻ എ മിസ്റ്ററി. ഇത് ഇറങ്ങിയ കാലം തൊട്ടേ ഞാൻ പറയുന്നുണ്ട്, ലൈക്ക് എനിക്കിതുവരെ മനസ്സിലായിട്ടുള്ള ആൾക്കാർ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് എങ്ങനെയാണ് മേടിക്കുന്നതെന്ന്. എന്തായാലും ഓല സ്കൂട്ടർ, ഒരു ഓല സ്കൂട്ടർ കളഞ്ഞിട്ടിരിക്കുന്നു കറക്റ്റായിട്ട് വഴിയിൽ. ബട്ട് എന്തായാലും ഓല സ്കൂട്ടറിൻ്റെ കാര്യം പറയുമ്പോൾ ഓല സ്കൂട്ടറിൻ്റെ സെയിൽസ് ഇൻ ഓഗസ്റ്റ് ഹാസ് ബീൻ ദ ലോവസ്റ്റ് ഇൻ 2024. ഇതുവരെ അവരുടെ സെയിൽ ഉണ്ടായിരുന്നതിൽ മന്ത്ലി സെയിൽസ് എല്ലാ കൊല്ലം നമ്മൾ കേട്ടിരുന്നത് പിന്നെയും കൂടുന്നു, ഓലയ്ക്ക് ഭയങ്കര മാർക്കറ്റ് ഷെയർ കൂടി എന്നായിരുന്നു. ഓല 39% മാർക്കറ്റ് ഷെയർ ഇന്ന് 31 വീണിട്ടുണ്ട്. പക്ഷേ എങ്കിലും വിഷമിക്കാനില്ല. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിഷ് അഗർവാളിൻ്റെ പ്രസൻറ്റേഷനൊക്കെ നമുക്കറിയാമല്ലോ, എല്ലാത്തിനും നമ്പർ 1 ആവണം. ഓല നമ്പർ 1 EV മാനുഫാക്ചർ എക്സ്ക്ലൂഡിങ് ചൈന. അപ്പോൾ അത് പുള്ളിയുടെ ഒരു രീതിയാണ്. പുള്ളിക്ക് എന്തായാലും നമ്പർ 1 ആവണം. അപ്പം നമ്പർ 1 പുള്ളിക്ക് എന്തായാലും ആവാൻ പറ്റിയിട്ടുണ്ട്. ഈ മാസം സെയിൽസിൽ മുഖൂത്തിയോ താഴെ വീണെങ്കിലും നമ്പർ 1 ഇൻ ടേംസ് ഓഫ് കംപ്ലയിൻറ്റ്സ്. അത് ഒരു ചെറിയ ഫീറ്റല്ല. കാര്യം 80,000 കംപ്ലയിൻറ്റ്സ് എ മന്താണ് ഇപ്പോൾ ഓലയ്ക്ക് കിട്ടേണ്ടത്. 80,000 കംപ്ലയിൻറ്റ്സ് എ മന്ത്. ആൻഡ് ദാറ്റ്സ് ക്രേസി. അവർ മൊത്തത്തിൽ വിറ്റിരിക്കുന്ന 6,80,000 സ്കൂട്ടറാണ്. അതിനകത്ത് 80,000 കംപ്ലയിൻ്റാണ് കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത്. സോ അപ്പാരൻ്റ്ലി നെറ്റിൽ വായിച്ചതാണ് ദാറ്റ് 6,000 മുതൽ 7,000 കംപ്ലയിൻറ്റ് വരെ വന്ന ദിവസങ്ങളുണ്ടെന്ന്. ആൻഡ് ദാറ്റ്സ് മൈൻഡ് ബ്ലോയിങ്. അത് ഏതൊരു ഓല സ്കൂട്ടർ ഓണർ എടുത്ത് ചോദിച്ചാലും അവർക്ക് അറിയാം, ലൈക്ക് ഓൾ ദ സർവീസ് സെൻറ്റേഴ്സ് ആർ ടു ക്രൗഡഡ്. വണ്ടികൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഇറങ്ങുമെന്ന് അറിയില്ല. അതേപോലെ വണ്ടികളെല്ലാം കുന്നുകൂടി കിടക്കുകയാണ്. ആൻഡ് അക്രോസ് ഇന്ത്യ ഓലയ്ക്ക് പുതിയൊരു സാധനം തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്, സ്കൂട്ടർ ഗ്രേവ് യാർഡ്സ്. സോ ദാറ്റ് ഈസ് ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ഫിനോമിനനാണ്.
അടിപൊളി പരിപാടിയാണ്. ബേസിക്കലി അവർ പല പാർക്കിംഗ് ലോട്ടുകളും പല പറമ്പുകളും എല്ലാം എടുത്തിരിക്കുകയാണ്. അവിടെ എല്ലാം ഈ സർവീസിന് പോയ സ്കൂട്ടറുകൾ കുന്നുകൂടി കിടക്കുകയാണ്. കാര്യം സർവീസ് സെൻറ്റർ നിറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി എവിടെ കൊണ്ടിടുമെന്ന് ആലോചിച്ചിട്ട് ഇറ്റ്സ് ജസ്റ്റ് പൈൽഡ് അപ്പ് എവ്രിവെയർ. ആൻഡ് ഈ വണ്ടികളൊന്നും ഇറങ്ങുന്നുമില്ല. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോസിങ് സോ മച്ച് പ്രോബ്ലംസ്. കാര്യം ഒരു സ്കൂട്ടർ സർവീസിന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30-45 ദിവസമൊക്കെ കഴിഞ്ഞാലും പലപ്പോഴും വണ്ടി സർവീസ് കഴിഞ്ഞ് വരുന്നില്ല എന്നുള്ളതാണ് മിക്ക ആൾക്കാരുടെയും കംപ്ലയിൻറ്റ്. അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ കംപ്ലയിൻറ്റിലായിട്ട് തിരിച്ചു വരുന്നു, സ്ക്രാച്ചായിട്ട് തിരിച്ചു വരുന്നു, മറന്നു പോകുന്നു. ആ ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് പറയേണ്ട വേറൊരു കാര്യം. ഒരാൾ ഒരു മൂലയ്ക്ക് കുറേ ഓല കൂട്ടി കത്തിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും തെങ്ങിൽ നിന്ന് വീണ കുറേ ഓല മടൽ പറമ്പിലൊക്കെ ഉണ്ടാവും, അത് കൂട്ടി കത്തിച്ചു എന്ന്. അല്ല, പുള്ളി ഒരു ഷോറൂമാണ് കത്തിച്ചത്. ഓല സ്കൂട്ടറിൻ്റെ കുറേ ഓല സ്കൂട്ടറും കത്തിപ്പോയി, ഷോറൂമും കത്തിപ്പോയി. പുള്ളിക്ക് ബേസിക്കലി പ്രാന്തായിട്ട് കത്തിച്ചതാണ്. ആൻഡ് ദാറ്റ് ഈസ് ഷോയിങ് ദ ലെവൽ ടു വിച്ച് ആൾക്കാരെ അവർ എത്ര പുഷ് ചെയ്തു എന്നുള്ളത്. കാര്യം സ്വന്തം സ്കൂട്ടർ അടക്കം പിന്നെ ഒരു ഷോറൂമും എല്ലാം കൂടെ പോയി കത്തിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം പ്രാന്താവണം. കാര്യം അത് കത്തിച്ചിട്ട് പുള്ളിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല, എന്തായാലും പോലീസ് പിടിക്കുമെന്ന് അറിയാം. പക്ഷേ എങ്കിലും വേണ്ടിയില്ല, ഞാൻ ഈ സാധനം കത്തിച്ച് തീരുമെന്നുള്ള മട്ടിലാണ്. എന്തായാലും പുള്ളി ബാക്കിയുള്ളവർക്കൊരു നല്ലൊരു ഉപകാരം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കത്തിപ്പോയ സ്കൂട്ടറുകാർക്ക് എല്ലാവർക്കും എന്തായാലും ഫുൾ കവർ ഇൻഷുറൻസ് കിട്ടും. പൈസ തിരിച്ച് കിട്ടി അവർക്ക് വേറെ വല്ല ഓടണ സ്കൂട്ടർ മേടിക്കാം. അപ്പോൾ ദാറ്റ്സ് അങ്ങനെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളിലും ദർ ഇസ് എ സിൽവർ ലൈനിങ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഓല പുതിയ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഹൈപ്പർ സർവീസ്, അതാണ് അവരുടെ പുതിയ ഇനീഷ്യേറ്റീവ്. സോ ബേസിക്കലി അതിനകത്ത് പറയുന്നത് 1 ഡേയിൽ അവർ വണ്ടി സർവീസ് ചെയ്ത് തരുമെന്നാണ്. എനിക്കറിയില്ല അത് എങ്ങനെ ചെയ്യാൻ പോകണമെന്ന്. 45 ദിവസത്തിൽ നിന്ന് 1 ദിവസത്തിലേക്ക് എങ്ങനെ ചെയ്യും എന്നുള്ളത് വീൽ ഹാവ് ടു സീ. സോ അതിൻ്റെ ഒരു റോഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് 800 സർവീസ് സെൻറ്റേഴ്സാണ്. അത് 1000 സർവീസ് സെൻറ്റേഴ്സ് ആക്കും. അതേപോലെ 100,000 എക്സ്റ്റേണൽ തേർഡ് പാർട്ടി സർവീസ് ആൾക്കാരെയും ട്രെയിൻ ചെയ്യും ഇതിന് വേണ്ടിയിട്ട്. ആൻഡ് ഓല കെയർ പ്ലസ് ഉള്ള ആൾക്കാർക്ക് ഒന്നുമില്ലെങ്കിൽ വേറെ സ്കൂട്ടർ കൊടുക്കും വണ്ടി സർവീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓല ക്യാബിനുള്ള കൂപ്പൺസ് കൊടുക്കുന്നതാണ് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ക്രേസി. ഇത് കൊള്ളാമല്ലോ. ഒരു ഓല സ്കൂട്ടർ മേടിക്കുക, എന്തായാലും അടിച്ചു പോകുമ്പോൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടിടുക, എന്തായാലും അവർക്ക് 1 ദിവസത്തിൽ തരാൻ പറ്റില്ല. അപ്പോൾ ഓല ക്യാബിൻ്റെ കൂപ്പൺ കിട്ടും. അപ്പോൾ സുഖമായിട്ട് നമുക്ക് കാറിൽ സഞ്ചരിക്കാം, AC ഒക്കെ ഇട്ട്. എന്തായാലും ദാറ്റ്സ് വാട്ട്സ് ഹാപ്പനിങ് വിത്ത് ഓല. ഇപ്പോൾ എന്തായാലും ഓൺ ദ ടോപ്പിക് ഓഫ് ഇലക്ട്രിക് കാർസ്, നമുക്ക് പിന്നെ പുതിയ ലോഞ്ചസ് എന്ന് പറയുന്നത് ടാറ്റ നെക്സോണിൻ്റെ പുതിയൊരു അപ്ഡേറ്റഡ് വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. 45 kWh ബാറ്ററിയാണ്. സോ ബേസിക്കലി നമ്മുടെ പുതിയ കർവ് 45 വരുന്ന സെയിം ആ പ്രിസ്മാറ്റിക് സെൽസും കാര്യങ്ങളെല്ലാമാണ് നെക്സോണിലോട്ട് പാസ് ഓൺ ആയിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. കാര്യം ഇപ്പോൾ നമ്മൾ ടാറ്റ ഷോറൂമിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൂടെ കൺഫ്യൂഷൻ ആവും. യു ഹാവ് ദ പഞ്ച്, ദ നെക്സോൺ, ദ കർവ്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് പ്രൈസസിലും വേരിയൻസിലും എല്ലാത്തിലും. ആൻഡ് ആസ് ലോങ് ആസ് ദ കസ്റ്റമർ ഇസ് ബൈയിങ് ഫ്രം ദാറ്റ് ഷോറൂം, ഒരു ടാറ്റ തന്നെയാണ് മേടിക്കുന്നുള്ളിടത്തോളം കാലം ടാറ്റയ്ക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ആൻഡ് ഇതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു പഞ്ച് മേടിക്കാൻ പോകുന്ന ആളായിരിക്കും, എന്നാൽ കുറച്ചുകൂടെ പുഷ് ചെയ്ത് നെക്സോൺ എടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ പുഷ് ചെയ്ത് കേവ് എടുക്കാം എന്നുള്ള ഈ ചിന്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റ ഹാസ് വൺ. സോ ഇതെല്ലാവരുടെയും സാധനങ്ങളെല്ലാം ഉണ്ട്. ആൻഡ് ഇറ്റ്സ് നൈസ് ദറ്റ് ദേ ആർ ഓഫറിങ് ഓൾ ഓഫ് ദിസ് ഇൻ എനി കാർ എന്നുള്ള മട്ടിൽ തന്നെ പറയാം. പിന്നെ നെക്സോൺ അതേപോലെ ഒരു അപ്ഡേറ്റ് ആയിട്ട് പാൻഡ്രോമിക് റൂഫ്, അതേപോലെ ബ്ലാക്ക് ആൻഡ് റെഡ് എഡിഷൻ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ ഡൂയിങ് സംതിങ് കോൺസ്റ്റൻ്റ്ലി ആ ഒരു മാർക്കറ്റിൽ ആ ഒരു അറ്റൻഷനും ആ ഒരു ഇൻട്രസ്റ്റ് കീപ്പ് അപ്പ് ചെയ്യാനായിട്ട്. നമ്മുടെ MG വിൻസർ വന്ന സമയത്ത് തന്നെ ഇതിന് നല്ല രീതിയിൽ വില കുറച്ചായിരുന്നു, നെക്സോണിനും പഞ്ചിനും എല്ലാത്തിനും. അത് നല്ല കാര്യമാണ്. കാര്യം ബാക്കി പുറത്തെ കൺട്രീസ് നോക്കുകയാണെങ്കിൽ EVസിനെല്ലാം ഈ ബാറ്ററിയുടെ പ്രൈസ് കുറയുന്ന അനുസരിച്ച് ദ പ്രൈസസ് ഹാവ് റിഡ്യൂസ് സിഗ്നിഫിക്കൻ്റ്ലി. ഇപ്പോൾ ടെസ്ല ആയാലും എന്ത് വണ്ടി ആയാലും ആ ഒരു പ്രൈസ് കട്ട് ഉണ്ട്. വേറെ ഇന്ത്യയിൽ ആ ഒരു പ്രൈസ് കട്ട് അങ്ങനെ ആരും പാസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും എല്ലാവരുടെയും സെയിലും കുറഞ്ഞു, വണ്ടികളൊക്കെ കെട്ടിക്കിടക്കുകയാണ്. മാർക്കറ്റിൽ ജനറലി ഇൻട്രസ്റ്റേ പോയി പുതിയ വണ്ടികൾ മേടിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പീപ്പിൾ ആർ കീപ്പിംഗ് ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് അലൈവ്. ഓൺ ദി അതർ എൻഡ് ഓഫ് ദ മാർക്കറ്റ് കിയ EV9 ലോഞ്ച് ചെയ്യുകയാണ് അവർ. അഗെയിൻ കിയയുടെ ഫ്ലാഗ്ഷിപ്പ് ഇലക്ട്രിക് SUV ആണ്. ഇറ്റ് കംസ് വിത്ത് 99.8 kWh ബാറ്ററി, 379 bhp, 700 Nm ടോർക്ക്. ഇറ്റ് ലുക്സ് ഇൻട്രസ്റ്റിംഗ്, നല്ല പവർഫുള്ളാണ്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ പ്രൈസ് 1 കോടി രൂപ വരും എന്നാണ് കേൾക്കണത്. 1 കോടിക്ക് ഇലക്ട്രിക് കാർ ഐ ഡോണ്ട് നോ.
അപ്പോൾ എന്തായാലും നമ്മൾ EQSൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഓൾ ഓഫ് ദാറ്റ് ആ ഇനീഷ്യൽ ഉണ്ടായിരുന്ന പ്രൈസിങ്ങും ഹൈപ്പും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും 10-40 ലക്ഷം രൂപ 50 ലക്ഷം രൂപ ഡിസ്കൗണ്ടിലൊക്കെയാണ് EQS കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് കാർസ് അറ്റ് ദാറ്റ് പ്രൈസ് പോയിൻറ്റ് ഐ ഡോണ്ട് നോ എത്രത്തോളം മാർക്കറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. ബട്ട് ഇറ്റ്സ് ഗുഡ് ടു സീ ഒരു ഗ്ലോബൽ പ്രോഡക്റ്റ് ഇന്ത്യയിൽ വരുന്നതും അതേപോലെ നമുക്കും ആ ഒരു ബ്രാൻഡിൻ്റെ വാട്ട് ദേ ക്യാൻ ഡു എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലാഗ്ഷിപ്പ് വണ്ടി വരുന്നതോടെ നമുക്ക് മനസ്സിലാവും. കിയയുടെ കാര്യം പറയുമ്പോൾ അവരുടെ ഫ്ലാഗ്ഷിപ്പിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പോകുന്നൊരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ദ ന്യൂ കിയ കാർണിവൽ. കിയ കാർണിവൽ ആക്ച്വലി അതിനൊരു ഓൾട്ടർനേറ്റ് ഇല്ലാത്തൊരു വണ്ടി തന്നെയാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഹൈക്രോസ് കഴിഞ്ഞ് പിന്നെ വെൽഫയറാണ്. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര പ്രൈസ് വ്യത്യാസമുണ്ട്. സോ ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ലക്ഷൂറിയസ് വണ്ടി ആയിരുന്നു ദ കാർണിവൽ. എന്തായാലും ഇന്ത്യയിൽ കുറേ കാലമായിട്ട് കഴിഞ്ഞ ജനറേഷൻ കാർണിവലാണ് അവർ വിറ്റുകൊണ്ടിരുന്നിരുന്നത്. അത് റീസെൻ്റ്ലി ഡിസ്കണ്ടിന്യൂ ചെയ്തു ആൻഡ് ദ ന്യൂ കാർണിവൽ ഇസ് കമ്മിങ്. ഇറ്റ് ലുക്സ് ക്രേസി. സെയിം 2.2 ലിറ്റർ എഞ്ചിൻ, ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 2 ട്രിംസ് ഉണ്ട്, ലിമോസിൻ പ്ലസ്. കുറച്ച് എക്വിപ്മെൻറ്റും കാര്യങ്ങളെല്ലാം വ്യത്യാസം. അതിനും ഈ പറഞ്ഞൊരു 80-90 ലാക്സ് ഒക്കെ വരുന്നു പറയുന്നുണ്ട്. ബട്ട് ദെൻ അഗൈൻ ആ ഒരു സെഗ്മെൻറ്റിൽ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും ഒരു ഡീസൽ ഫുൾ സൈസ് കംഫർട്ടബിൾ വാൻ എന്ന് പറയുമ്പോഴും അതിൻ്റേതായ ഒരു മാർക്കറ്റ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എബ്രോഡുള്ള എൻ്റെ ഒരു കസിനും ഈ വണ്ടി മേടിച്ചിട്ടുണ്ട് ആൻഡ് ഹി ആബ്സല്യൂട്ട്ലി ലവ്സ് ഇറ്റ്. അപ്പോൾ ഐ എം ഷുവർ എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് വരുമ്പോഴും അത്യാവശ്യം അത് മേടിക്കേണ്ട കസ്റ്റമേഴ്സിന് ദർ ഇസ് റിയലി നോ ഓൾട്ടർനേറ്റീവ് ആൻഡ് ഇറ്റ് ഷുഡ് ബി എ സക്സസ് ഇൻ ദ മാർക്കറ്റ്. എന്തായാലും പിന്നെ ന്യൂ ലോഞ്ചസിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് കാറും ബൈക്കും ഒന്നുമല്ല, ഇതൊരു കമേഴ്ഷ്യൽ വെഹിക്കിളാണ്. ബേസിക്കലി ജസ്റ്റ് കോട്ട് മൈ ഇൻട്രസ്റ്റ്. ഓയിലർ മോട്ടോഴ്സ് അവരുടെ ഒരു പുതിയ പിക്കപ്പ് ട്രക്ക്, നമ്മുടെ ദോസ്തൊക്കെ പോലത്തെ ഒരു പിക്കപ്പ് ട്രക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടത്, എല്ലാവരും റിവ്യൂവിൽ ഇതിന് അഡാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആണ് അതിൻ്റെ ഹൈലൈറ്റ് പറയേണ്ടായിരുന്നത്. അഡാസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് റീഡിങ് ത്രൂ ദ സ്പെക്ക്. അഡാസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഫ്രണ്ടിലൊരു ക്യാമറയുണ്ട്, ഫ്രണ്ടിലൊരു കൊളിഷൻ വാർണിംഗ് ഉണ്ട്. കൊളിഷൻ വാർണിംഗ് ഇപ്പോൾ നമുക്ക് കണ്ടറിയാമല്ലോ, കണ്ണുള്ള ആൾക്കാരല്ലേ വണ്ടി ഓടിക്കുന്നത്. പ്രത്യേകിച്ച് ഫ്രണ്ട് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഇറ്റ് ഓൺലി ഹാസ് കൊളിഷൻ വാർണിംഗ്, ഡാഷ് ക്യാം, അത് ആ ക്യാമറ കൊണ്ട് തന്നെ ഒരു ഡാഷ് ക്യാം. പിന്നെ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളും അതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇറ്റ് ഹാസ് കൊളിഷൻ വാർണിംഗ്, ഡാഷ് ക്യാം എക്സെട്ര എന്ന് പറഞ്ഞൊരു സാധനം ഞാനൊരു ബ്രോഷറിൽ കൊടുക്കണം ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും പ്രത്യേകിച്ച് ഒന്നുമില്ല. ദിസ് ഇസ് ജസ്റ്റ് ഫോർ ഒരു മാർക്കറ്റിംഗ് ഹൈപ്പ്. ഫ്രണ്ടിലൊരു ക്യാമറ വെച്ച് കൊടുത്തിട്ട് എഡാസ് എന്ന് വിളിക്കുന്നത് ദാറ്റ് ഇസ് സ്ട്രെച്ചിങ് ഇറ്റ് ലിറ്റിൽ ടു മച്ച്. അത് ഏറ്റുപറയാനും എല്ലാവരും ഏറ്റുപറയുന്നുമുണ്ട് ദാറ്റ് ഇതിന് അഡാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അതിന് ലെയിൻ കീപ്പർ സിസ്റ്റം അല്ലെങ്കിൽ കൊളിഷൻ, ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ഇങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ പറഞ്ഞ സാധനം ഇറ്റ്സ് നോട്ട് അഡാസ്, ഇറ്റ്സ് ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക്. അപ്പോൾ എന്തായാലും ഹോപ്പ്ഫുള്ളി ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഇങ്ങനത്തെ ഫോൾസ് അഡ്വർടൈസിങ് അല്ലെങ്കിൽ ഫോൾസ് ആണെന്ന് വെച്ചാൽ ഫോൾസ് അല്ല, പക്ഷേ ഇനാക്യുറേറ്റ് അഡ്വർടൈസിങ്ങിൻ്റെ മേത്ത് കുറച്ചുകൂടെ ഒരു സ്ട്രിക്റ്റർ നോംസ് ഉണ്ടാവേണ്ടതാണ്. എന്തായാലും വേറൊരു കാര്യം പറയുമ്പോൾ വണ്ടിയുടെ ലോഞ്ചൊന്നും അല്ല, ഇനിയിപ്പോൾ കുറച്ച് ജനറൽ കാര്യങ്ങൾ പറയുമ്പോൾ ദിസ് MotoGP ഭാരത് 2025 ഹാസ് ബീൻ ക്യാൻസൽഡ്. അപ്പോൾ അത് ഡ്യൂ ടു ഓപ്പറേഷണൽ ഇഷ്യൂസാണ് 2025 MotoGP ഇന്ത്യൻ സ്റ്റേജ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. 2023 നമുക്ക് ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ അത് നടന്നായിരുന്നു. ഇറ്റ് വാസ് അറ്റൻഡഡ് ബൈ ഓവർ 1 lakh സ്പെക്ടേറ്റേഴ്സ്. അത്യാവശ്യം നല്ലൊരു പരിപാടിയായിരുന്നു. പക്ഷെ എന്നാൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ 2024 ഒക്കെ അനൗൺസ് ചെയ്തെങ്കിലും ഡിഡ് നോട്ട് ഹാപ്പൻ. ഇന്ത്യൻ സ്റ്റേജ് ഗോട്ട് ക്യാൻസൽഡ്. അഗൈൻ 2023 തന്നെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കൊടുത്തു തീർക്കാനുണ്ട്, പേയ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തു തീർക്കാനുണ്ടെന്നാണ് പറയുന്നത്. 2024 ക്യാൻസലായി, 25 തീർന്നു. ഇനിയിപ്പോൾ 26 വന്നേക്കാം എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് റിയലി സാഡ്. കാര്യം ഇന്ത്യയിൽ ഫോർമുല 1 വന്നു, അതും പോയി, MotoGPയും ഇനിയില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ശരിക്കും ഒരു മെയിൻ സ്ട്രീം നമ്മുടെ ക്രിക്കറ്റും ബാക്കി സ്പോർട്സും അല്ലാണ്ട് ബാക്കി കാര്യങ്ങൾക്കും കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റും ഒരു ഗവൺമെൻറ് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വരേണ്ട ടൈം വൈകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒളിമ്പിക്സിലാണെങ്കിലും എല്ലാത്തിലും ബാക്കി നമ്മൾ തുടങ്ങിയ പല കൺട്രീസും ദേ ഹവ് റീച്ച്ഡ് വേ അബവ് അസ് ഇൻ ടേംസ് ഓഫ് മെനി സ്പോർട്സ്, വേറാസ് നമ്മളൊന്നും അതിൽ റെപ്രസെൻറ്റേഷൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. ഹോപ്പ്ഫുള്ളി തിങ്സ് വിൽ ചേഞ്ച്. ഇപ്പോഴത്തെ നമ്മുടെ യങ് ജനറേഷനും എല്ലാവരും they are all looking at different sports and activities. അപ്പോൾ അതുകൊണ്ട് ഹോപ്പ്ഫുള്ളി നമുക്കിനി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഡെവലപ്പ് ചെയ്യും ഇന്ത്യയിൽ. പിന്നെ പറയുമ്പോൾ there was a little bit of international news that I saw.
ഒരു ടെസ്ലയിൽ ഒരു ടീനേജർ പോയിട്ട് ലൈസൻസിന് അപ്ലൈ ചെയ്തു. ഡ്രൈവിംഗ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് DMV പറഞ്ഞു ലൈസൻസ് തരാൻ പറ്റില്ല, കാര്യം ഈ വണ്ടിക്ക് ഓട്ടോ പൈലറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഇത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പാസ്സായിരിക്കുന്നത്, ഈ ടെസ്റ്റ് പാസ്സായിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കിത് തരാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ ആ ടീൻ്റെ ഫാദർ വന്നിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടിക്കകത്ത് ഓട്ടോ പൈലറ്റ് ഇല്ല, ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ഇല്ലാത്ത വണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു ഗ്രേ ഏരിയ എക്സിസ്റ്റ് ദാറ്റ് ഇതിനകത്ത് ബാക്കി അസിസ്റ്റൻസ് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊരു മോഡേൺ ഫസ്റ്റ് വേൾഡ് പ്രോബ്ലമാണിത്. കാര്യം ഇപ്പോഴത്തെ വണ്ടികളെല്ലാം ഭയങ്കര അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പുറത്തെല്ലാം ഭയങ്കര ലെയിൻസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് സോള വെരി എന്താ പറയുക ഓർഗനൈസ്ഡ് ഡ്രൈവിംഗ് സ്ട്രക്ചർ. എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായ ഒരു ഓർഡറും കാര്യങ്ങളും ഉണ്ട്, ഒരു രീതിയിലൊക്കെ തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇവിടുത്തെ പോലെയല്ല, ഈ അഡാസും അസിസ്റ്റൻസ് ഫീച്ചേഴ്സ് എല്ലാം അത്യാവശ്യം നല്ലോണം നമ്മുടെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്കൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇത്രയും പറഞ്ഞ സാധനങ്ങൾ എല്ലാം ഉള്ളൊരു വണ്ടിയാണെങ്കിൽ ദാറ്റ് ക്യാൻ എന്താ പറയുക നമ്മുടെ ഒരു ഡ്രൈവിംഗ് സ്കില്ലില്ലാത്തതിനെ ഒരു നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്യാനും മാസ്ക് ചെയ്യാനും പറ്റും. ആൻഡ് ദിസ് ഈസ് എ പ്രോബ്ലം ദാറ്റ് യു ഗോണ ഫേസ് ക്വൈറ്റ് ലോട്ട് ഇൻ ദ ഫ്യൂച്ചർ. കാര്യം ഇങ്ങനത്തെ പല വണ്ടികളായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വരും. ഇപ്പോൾ DMV ആണെങ്കിലും പിന്നെ ഇന്ത്യയിൽ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ വരും. കാര്യം ഇനിയിപ്പോൾ സ്വന്തം വണ്ടിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്ത് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഈ ഓട്ടോ ബ്രേക്കിങ്ങും പാർക്കിങ്ങും എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല എത്രത്തോളം ഓരോ ടൗണുകളിലെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഉള്ള ടീമും ഇത്ര എക്വിപ്ഡ് ആയിരിക്കും ഇതെല്ലാം മനസ്സിലാവാനായിട്ടും, എന്ത് ഡ്രൈവർ ചെയ്യുന്നു എന്ത് കാർ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സിറ്റുവേഷൻ ആവും. ആൻഡ് വി മൈറ്റ് എൻഡ് അപ്പ് ഹാവിങ് മോർ അൺട്രെയിൻഡ് ഡ്രൈവേഴ്സ് ഓൺ ദ റോഡ്. ഇന്ത്യയിൽ അതൊരു പ്രശ്നമല്ല. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ദി ഡ്രൈവേഴ്സ് ആർ അൺട്രെയിൻഡ് ഓൺ ദ റോഡ്. എസ്പെഷ്യലി കോവിഡ് കഴിഞ്ഞിട്ട് നല്ല ശതമാനം ആൾക്കാർ ഓടിക്കാൻ മറന്നു പോയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റാൻഡമായിട്ട് പോവുക, ക്രോസ് ചെയ്യുക, നോക്കാണ്ട് റോഡ് ക്രോസ് ചെയ്യുക. ആൻഡ് ഒട്ടുമുക്കാൽ ആൾക്കാർ എസ്പെഷ്യലി നമ്മളൊരു സ്മോളർ ടൗണിലോട്ട് പോവുകയാണെങ്കിൽ നാഷണൽ ഹൈവേ ഒക്കെ ക്രോസ് ചെയ്തൊരു സ്മോളർ ടൗണിലോട്ട് പോകുമ്പോൾ, കേരളത്തിലല്ല പുറത്തുള്ള ടൗൺസിലോട്ട് റിമോട്ട് ടൗൺസിലോട്ടൊക്കെ പോകുമ്പോൾ ഇപ്പോഴും പലവരും വീട്ടിൽ തിരിച്ചെത്തുന്നത് വേറെ വണ്ടികളിലും വേറെ ആൾക്കാരും ഡിഫെൻസീവായിട്ട് ഓടിക്കുന്നതുകൊണ്ടാണ്. സോ ഹോപ്പ്ഫുള്ളി ഇന്ത്യയിലും നമുക്കിനി ഒരു മോർ സ്ട്രിഞ്ചൻ ഡ്രൈവിംഗ് ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം വന്ന് നമ്മുടെ റോഡ് കൾച്ചറും കുറച്ചും കൂടെ ഡെവലപ്പ് ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. എന്തായാലും ഓൺ ദാറ്റ് നോട്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ റാപ്പപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ്. ആൻഡ് ഇഫ് യു ഫൗണ്ട് ദിസ് ഇൻഫർമേറ്റീവ് പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ. Thank you so much for joining in, guys. Have a great day. Bye-bye.